ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, ഇന്ന് തിരുസഭാമാതാവ് ധ്യാനിക്കുവാനായി നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു മൂക ആത്മാവ് ബാധിച്ച ഒരു മകനെ സൗഖ്യപ്പെടുത്തുന്നതിനു വേണ്ടി ആളുകൾ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ആ ശിഷ്യന്മാർക്ക് ആ ബാലനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ആ പിശാചിനെ ബഹിഷ്കരിക്കുവാനായിട്ട് സാധിക്കാതെ പോയി. അപ്പോൾ ആൾക്കൂട്ടം കണ്ട് ഈശോ അവരുടെ മധ്യത്തിലേക്ക് വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ അവരുടെ വിശ്വാസരാഹിത്യം കണ്ട് അല്ലെങ്കിൽ ആ ശിഷ്യന്മാർക്ക് സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് മനസ്സിലാക്കി ഈശോ അവരോട് പറയുകയാണ്, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും എന്ന് പറഞ്ഞ് ആ മൂക ബാലനെ സൗഖ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈശോയും ശിഷ്യന്മാരും തനിയെ ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കാതെ പോയത്? അപ്പോൾ ഈശോ പറയുകയാണ്, പ്രാർത്ഥനയില്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന്. നമ്മൾ എത്രമാത്രം പ്രാർത്ഥനയിൽ ആഴപ്പെടണമെന്ന് വിശ്വാസത്തിലായിരിക്കണമെന്ന് നമ്മോട് ഈശോനാഥൻ ഇന്നത്തെ വചനത്തിലൂടെ പറയുകയാണ്. വെറുതെ പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ടല്ല, സഭ നിഷ്കർഷിക്കുന്ന പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട്, സഭ നിർദ്ദേശിക്കുന്ന ഉപവാസത്തിലും പരിത്യാഗത്തിലുമൊക്കെ ആയിരുന്നു കൊണ്ട് നാം കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ നല്ല കർത്താവ് തന്നെ നമുക്ക് ആ അനുഗ്രഹം നൽകും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനായിട്ട്. അങ്ങനെ പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനായിട്ട് സാധിക്കുന്ന, പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന, ഉപവാസത്തിലും പരിത്യാഗത്തിലുമായിരിക്കുന്ന നല്ല മക്കളായി തീരുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ നോമ്പുകാലത്ത് തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു കൊണ്ട് തമ്പുരാനിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.